മഹി പോയ പിന്നാലെ ചന്തു പെട്ടെന്ന് ഫോണെടുത്ത് രഘുവിനെ വിളിച്ചു. അങ്കിൾ, മഹിയേട്ടൻ. അവൾ കാര്യങ്ങൾ വിശദീകരിച്ചു. മോളെ, നമുക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. മഹി മാത്രമായിരുന്നുവെങ്കിൽ പിന്നെയും പിടിച്ചു നിർത്താൻ കഴിഞ്ഞേനെ. പക്ഷേ അഗ്നി, അവനെ ആർക്കും തടയാൻ കഴിയില്ല. മഹിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ദത്തിനെ അവൻ ബാക്കി വച്ചേക്കില്ല. അതിനെ ദൈവം നേരിട്ടിറങ്ങി വന്ന് തടഞ്ഞാൽ പോലും അവൻ്റെ ഉദ്ദേശം അവൻ നടത്തിയിരിക്കും. അങ്കിൾ, മഹിയേട്ടൻ ഇവിടെ എല്ലാവരോടും എന്തു പറയും? ആൻറ്റി പാവമാ അങ്കിൾ. മോളെ, തൽക്കാലം നീ ഒന്നും അറിഞ്ഞിട്ടില്ല. നീ വേഗം റെഡിയായി ഇവിടേക്ക് വാ. ഞാൻ ലൈവ് ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. പിന്നെ ഇന്നുച്ചയ്ക്ക് മുൻപ് പവിമോളെ ഡിസ്ചാർജ് ചെയ്യും. മോൾക്ക് അവളെ കാണണ്ടേ? വേണോ അങ്കിൾ? ഞാൻ വരാം. അമ്മ അവരൊക്കെ ഇവിടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ മോള് വന്നിട്ട് വേണം ഇനി പാറുമോളോട് കോളേജിൽ പോകുന്ന കാര്യം സംസാരിക്കാൻ. അങ്കിൾ, അതവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവളുടെ ഫ്രണ്ട്സൊക്കെ അവിടെയല്ലേ. അവൾക്ക് നാടാണിഷ്ടം. അതെനിക്ക് മനസ്സിലായി മോളെ. പക്ഷേ ഇനി നിങ്ങൾ നാട്ടിലേക്ക് പോകണ്ട എന്നാ എൻ്റെ അഭിപ്രായം. മോൾ ഇനി എന്തൊക്കെയായാലും ഇവിടെ തന്നെയല്ലേ. പിന്നെ അവർ മാത്രം ഒറ്റയ്ക്ക് എന്തിനാ? ആ, നോക്കാം അങ്കിൾ, ഞാനങ്ങ് വരട്ടെ. അവൾ ഫോൺ കട്ടാക്കി. താഴേന്ന് മഹേശ്വരിയുടെ കാറിൽ കേട്ട് ചന്തു കാതോർത്തു. അവൾ പെട്ടെന്ന് താഴെ കൂടി. അവരുടെ റൂമിന് പുറത്ത് വന്ന് അവൾ നിന്നു. ചുറ്റും ആരുടെ അനക്കമില്ല. എന്നാൽ അകത്ത് നിന്ന് അവർ നിലവിളിക്കുന്നുണ്ട്. അവൾ പേടിയോടെ ഡോർ മെല്ലെ തള്ളി നോക്കി. റൂമിലല്ല, നിലവിളി ബാത്റൂമിൽ നിന്നാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറി. അമ്മേ. ബാത്റൂമിൽ പകുതി അകത്തും പകുതി പുറത്തുമായി കിടക്കുന്ന അവരെ കണ്ട് ചന്തു വിളിച്ചുപോയി. ആരാടി നിന്റെ അമ്മ? പോടി, ഇറങ്ങി പോടി എൻ്റെ മുറിയിന്ന്. അമ്മേ, ഞാൻ വീണ് കിടക്കുന്നത് കണ്ട് ഉള്ളിൽ സന്തോഷിക്കാൻ വന്നതല്ലേടി നീ? നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇറങ്ങി പോടി എൻ്റെ മുമ്പീന്ന്. ആര്യേ, ഉമേ, രണ്ടും എവിടെ പോയി തുലഞ്ഞു? ചാവാൻ കിടക്കുമ്പോൾ പോലും ഒരു തുള്ളി വെള്ളത്തിന് പോക്കില്ല. എടി ഉമേ. അമ്മേ, ഇവിടെ ആരെയും ഞാൻ കണ്ടില്ല. ഞാൻ പിടിക്കാം അമ്മേ. എന്തോന്നാ തള്ളേ കിടന്ന് കാറി കൂവുന്നത്? മനുഷ്യൻ ഒരിത്തിരി സ്വൈര്യം തരില്ലേ നിങ്ങൾ? മോളെ ലച്ചു, അപ്പച്ചിയെ ഒന്ന് പിടിക്കടി. കൈ കുത്തിയാ വീണേ. ഇപ്പൊ കാലും മടങ്ങുന്നില്ല. എണീക്കാൻ വയ്യടി മോളെ. വയ്യെങ്കിൽ നിങ്ങൾ എണീക്കണ്ട, അവിടെ കിടക്ക്. നാശം, മനുഷ്യനെ ഓരോ ടെൻഷനിലിരിക്കുമ്പോഴാ തള്ളയുടെ കാറൽ. അയ്യോ ലച്ചു, പോകല്ലേ മോളെ. എടി മോളെ, അപ്പച്ചി ഒന്ന് എണീപ്പിച്ചിട്ട് പോടി. പോതള്ളേ. അവൾ പോയതും ചന്ത് അവരുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവരെ പിടിച്ചുയർത്തി. വിടടി, നീ എന്നെ പിടിക്കണ്ട. നീ എൻ്റെ ദേഹത്ത് തൊട്ടാ. ചന്തു അത് വകവയ്ക്കാതെ പാടുപെട്ടവരെ എടുത്തുയർത്തി ബെഡിലേക്ക് ചായച്ചിരുത്തി. അവരുടെ കയ്യിലെ പ്ലാസ്റ്റർ നനഞ്ഞിട്ടുണ്ട്. അവൾ ഒന്നും മിണ്ടാതെ ചുറ്റും നോക്കി. ടേബിൾ വച്ചേക്കുന്ന കവർ കണ്ട് നേരെ പോയി അതെടുത്തു. എടി, വയ്ക്കടി അവിടെ. എൻ്റെ എന്തെങ്കിലും എടുത്താ? ആ. ചന്തു അതുമായി വന്ന് അവരുടെ പ്ലാസ്റ്റർ ചേഞ്ച് ചെയ്തു കൊടുത്തു. അവർ അവളെ ഇടത് കൈകൊണ്ട് മാന്തുകയും തള്ളുകയും ഒക്കെ ചെയ്തു. അവളതൊന്നും മൈൻഡ് ചെയ്യാതെ ചെയ്തു തുടങ്ങിയ ജോലി പൂർത്തിയാക്കി. പിന്നെ അവരുടെ നനഞ്ഞ സാരി മാറി മറ്റൊന്ന് ചുറ്റിക്കൊടുത്തു. നീ ഇതൊക്കെ എന്തിനാടി ചെയ്യുന്നേ? എൻ്റെ മനസ്സിൽ കയറാനാണോ? അതെ, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിക്കോ. എൻ്റെ കൈ ശരിയായിക്കോട്ടെ, ഞാൻ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. അവൾ അവരെ നോക്കി നിന്ന് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുടിയിൽ തലോടി. ചെട പിണഞ്ഞിരിക്കുന്ന മുടിയിൽ ഓയിൽ പുരട്ടി ചീകി കെട്ടിവെച്ചു കൊടുത്തു. പിന്നെ അവരെ ഒന്ന് നോക്കി. ചായയോ കോഫിയോ എന്തേലും വേണോ? എനിക്കൊരു കോപ്പും വേണ്ട. ഇനി എൻ്റെ മുന്നിൽ വന്നാ ഇറങ്ങിപ്പോടി. അവൾ ഒന്നുകൂടി പുഞ്ചിരിച്ചു. പിന്നെ മെല്ലെ അവരെ ബെഡിലേക്ക് ചായച്ചു കിടത്തി. എന്തെങ്കിലും ആവശ്യം വന്നാ വിളിക്കാൻ മടിക്കണ്ട. ഞാനിവിടെ ഉണ്ടെങ്കിൽ വന്നിരിക്കും. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി ഡോർ ചാരി. മഹേശ്വരി ആശ്വാസത്തോടെ സ്വയം ഒന്ന് നോക്കി. ഹോ, എത്ര ദിവസമായി ഇങ്ങനെ. ചന്ത് പോയ വഴിയെ ഒന്ന് നോക്കി. എന്തൊക്കെയോ ആലോചിച്ച് കിടന്നു. പാറുവിൻ്റെ ഫോണിലേക്ക് ശാരദേച്ചിയുടെ കോള് വരുമ്പോൾ ലളിത അറ്റൻഡ് ചെയ്തു. ശാരദേ, സുഖാണോ നിനക്ക്? എനിക്ക് കുഴപ്പമില്ല ലളിതേ. പവിമോനെ ഇറക്കിയോ? ആ, ഇന്നിറക്കും. ഞങ്ങൾ ഇന്ന് വീട്ടിൽ വന്നു ശാരദേ.
നീ എപ്പോഴാ വരുന്നേ? നിന്നെ കാണാൻ തോന്നുവാ ശാരദേ. എനിക്കും അങ്ങനെയാണടോ. ഞങ്ങൾ നാളെ അങ്ങ് വരും. ആണോ? മോനെന്തിയേ? ഓടാൻ പോയോ? ഓ, അവൻ എന്നാ പറ്റിയെന്ന് അറിയില്ലടോ. വയ്യായ്മ ആണോന്ന് ചോദിച്ചാൽ ചെക്കൻ മിണ്ടില്ല. ഒരേ കിടപ്പ് തന്നെ. എൻ്റെ ചോദ്യം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഓട്ടോ എടുത്തിറങ്ങും. പാതിരാത്രി കയറി വരും. മുഖത്താകെ ക്ഷീണം, ആകെ വിഷമം. എന്താണോ എൻ്റെ കുഞ്ഞിന് പറ്റിയത്? നീ വിഷമിക്കാതെ ശാരദേ, ഞാൻ അവനെ ഒന്ന് വിളിക്കാം. എന്താ പറ്റിയതെന്ന് തിരക്കാം. വേണ്ട, ഇന്ന് വിളിക്കണ്ട. എന്തായാലും നാളെ ഞങ്ങൾ വരുമല്ലേ, അപ്പം സംസാരിക്കാം. മതി, അങ്ങനെയാണെങ്കിൽ അതാ നല്ലത്. എന്നാ നീ വച്ചോ, നാളെ കാണാം. മോളെ പാറൂട്ടാ, നാളെ ശാരദ വരുന്നുണ്ട്. ബെഡിൽ കൂനി കൂടിക്കിടന്ന പാറു ചാടി എണീറ്റു. ആണോ അമ്മേ? അതേടാ, അവളിപ്പോൾ വിളിച്ച് വച്ചേ ഉള്ളൂ. പാറുവിൻ്റെ മുഖം പൂനിലാവു പോലെ തിളങ്ങി. അതേസമയം മറ്റൊരിടത്ത്, എടാ അഴിച്ചു വിടടാ എന്നെ. ഇരുളിലേക്ക് നോക്കി ദത്തലറി. ഡാ, ആരുമില്ലേ ഇവിടെ? നീയൊക്കെ ആരോടാ കളിക്കുന്നതെന്ന് നിനക്കൊന്നും അറിയില്ല. ആണാണോടാ നീയൊക്കെ? ആണൊരുത്തനെ കെട്ടിയിട്ട അവൻ്റെയൊക്കെ ആണത്തം കാണിക്കുന്നത്. ചുണയുണ്ടെങ്കിൽ അഴിച്ചു വിടടാ. പെട്ടെന്ന് കണ്ണഞ്ചിക്കുന്ന പ്രകാശം പരന്നു. ദത്ത് കണ്ണുകൾ അടച്ചു പിടിച്ചു. ഡാ കോപ്പേ, ഇനി ഇവിടെ കിടന്ന് ഷോ ഇറക്കിയ ബോസ് വരാനൊന്നും ഞാൻ കാക്കില്ല. തള്ളും ഞാൻ. എടാ, അഴിച്ചു വിട്ടിട്ട് കുരക്കട നായേ. അപ്പം നോക്കാം ആരാരെയാ തള്ളുന്നതെന്ന്. ഇവനിന്ന് എൻ്റെ അടുത്തുനിന്ന് മേടിക്കും. എടാ പുന്നാര മോനെ, ഞാനൊരു പരിധി വരെയും പിടിച്ചു നിൽക്കുക. വെറുതെ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കല്ലേ. ബോസ് ഒരു മീറ്റിംഗ് നടത്തുക. ശേഷം വന്നിട്ട് നിന്റെ വിധി നടപ്പാക്കും. അതുവരെ ഒന്നും മിണ്ടാതെ നിന്നാ നിനക്ക് കൊള്ളാം. ദത്ത് കാലുകൾ ഉയർത്തി ചാടി. വിക്രം ഒന്ന് കറങ്ങി അവൻ്റെ കാലിലൊന്ന് കൊടുത്തു. എടാ, അറിയില്ല നിനക്കെന്നെ. വെറുതെ കിടന്ന് പിടയ്ക്കാതെ. നിനക്കുള്ളത് കനത്തിൽ തരാൻ അർഹതപ്പെട്ടവർ വരുന്നുണ്ട്. അതുവരെ ഒന്ന് ക്ഷമി. എന്താ വിക്രം, ഇവൻ എന്താ പറയുന്നേ? മഹിയുടെ ശബ്ദം കേട്ടും വിക്രം തിരിഞ്ഞു. ഏയ്, ഒന്നുമില്ല ബോസ്. ദേവൻ വന്നില്ലേ? ഇല്ല ബോസ്. ഇല്ല ബോസ്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. ഇവിടെ ഉള്ള ആരോ ആണ്. അർജുൻ കൊണ്ടുവന്നതാ. ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ന്യൂ പ്രോജക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. അത് ദേവാണോ? ദത്ത് ആലോചിച്ചു. അതേടാ, ദേവ് തന്നെ. നീയും അവനും ഒന്നിച്ച് ഒഫീഷ്യലായി കാണേണ്ട ആളെ നീ ഇപ്പോൾ പേഴ്സണലായിട്ട് കണ്ടു. പുച്ഛത്തോടെ മഹി അത് പറയുമ്പോൾ ദത്ത് ഓർത്തു. അർജുൻ പറഞ്ഞ ചെകുത്താൻ അത് ഇയാളായിരുന്നോ? ഛേ, എന്താടാ, അടുത്ത വഴി ആലോചിക്കുവാണോ? ഒരു കാര്യമില്ല ദത്ത്. ഇനി നിന്റെ വഴി അത് അവസാന വഴിയാ. അവിടെ നിനി ഒരു തിരിച്ചുവരവുണ്ടാകില്ല. എടാ, നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. നിനക്കറിയാലോ, ഞാനല്ലേ എൻ്റെ അച്ഛൻ. നിന്നെ വെറുതെ വിടില്ല മഹി. അയ്യോ, നീ വിഷമിക്കണ്ട. നിനക്ക് ബോറടിക്കാതെ അമ്മാവനെ ഞാൻ കൂടെ അയക്കാം. എന്താ, മതിയോ? എടാ പോട പുല്ലേ. കുറെ നാളായി നിനക്ക് ഓങ്ങി വച്ചിരുന്നതാ. പക്ഷേ സംശയം തീർത്തിട്ടാകാമെന്ന് കരുതി. എന്നോട് ചെയ്തത് ഞാൻ ക്ഷമിക്കും. പക്ഷേ എൻ്റെ അച്ഛനോട് ചെയ്തത് അത് ഞാൻ മറക്കില്ല. ഫോൺ റിങ് ചെയ്തതും അവൻ അതെടുത്ത് കാതിലേക്ക് ചേർത്ത് പിടിച്ചു. ഇച്ചു, നീ നിന്റെ കണക്കുകൾ തീർത്തോ? ഞാൻ വന്നേക്കാം. അവനുണ്ടോ അവിടെ? മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. നീ ഡീൽ സൈൻ ചെയ്യുന്നോ? ഇല്ല. പിന്നെ ഇതൊക്കെ ഒരു പണിഷ്മെന്റ് പീരീഡ് അല്ലേ ഇച്ചു? മഹി ഒന്ന് ചിരിച്ചു. പിന്നെ ഫോൺ കട്ടാക്കി ദത്തിന് നേരെ തിരിഞ്ഞു. അപ്പോ തുടങ്ങാം ബ്രോ. 10 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ നീണ്ട് നിവർന്ന് കിടക്കുവല്ലേ? മഹിയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൻ ചെകുത്താനായി മാറിക്കഴിഞ്ഞു. രഘു പറഞ്ഞ പ്രകാരം വീട്ടിലെത്തിയ ചന്തു കാണുന്നത് പുറത്താരെയോ കാത്തു നിൽക്കുന്ന അയാളെയാണ്. അങ്കിൾ, എന്താ, ആരെങ്കിലും വരാനുണ്ടോ? ആ മോളെ, നമ്മുടെ ടീച്ചറെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ മറ്റാരും ഇല്ലല്ലോ. അവരെല്ലാരെയും പരിചയപ്പെട്ടിരിക്കട്ടെ. അയാളത് പറയുമ്പോൾ അവൾക്കും സന്തോഷം തോന്നി. കുഞ്ഞെ ഒരു തവണ കൂടി കാണാമല്ലോ. അതോർത്തു നിൽക്കുമ്പോഴാണ് ഒരു കാർ അവിടേക്ക് വന്നത്. ഉള്ളിലിരുന്നുകൊണ്ട് ടീച്ചർ ചിരിയോടെ കൈയെടുത്ത് കാട്ടി. അവളും ചിരിയോടെ അവരെ വരവേറ്റു. കുഞ്ഞി,
കുഞ്ഞിപ്പെണ്ണ് കുട്ടി ഫ്രോക്കുമിട്ട് സുന്ദരി കുട്ടിയായി നിറഞ്ഞ ചിരിയോടെ വരുന്നത് കണ്ടതും ചന്തു അവളെ വാരിയെടുത്തു. ചുന്ദരിയാണല്ലോ, ഇതെവിടെ പോയിട്ട് വന്നതാ? ഞങ്ങളവളെ ഡോക്ടറെ ഒന്ന് കാണിച്ചു. താമസിക്കാതെ കുഞ്ഞിപ്പെണ്ണ് മണിയായി സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഹേ, ആണോടാ കുഞ്ഞി? വന്ന കാര്യം നിൽക്കാതെ അകത്തേക്ക് വാ. അങ്കിള് നടന്നോ, ഞാനിപ്പോൾ വന്നേക്കാം, ഒരു കോൾ ചെയ്യാനുണ്ട്. അരുൺ പറഞ്ഞതും രഘു ചിരിയോടെ അകത്തേക്ക് കയറി. ഒപ്പം അവരും പിന്നാലെ കയറി, കുഞ്ഞെ എടുത്തുകൊണ്ട് തന്നെ ചന്തുവും. അമ്മേ, ഇതാരൊക്കെയാന്ന് നോക്കിക്കേ. ചന്തു വിളിച്ചു പറഞ്ഞതും സാരിത്തലപ്പിൽ കൈയും തുടച്ചുകൊണ്ട് ലളിത ഹാളിലേക്ക് വന്നു. ഒരു നിമിഷം അവർ സ്തംഭിച്ചു നിന്നുപോയി. ലളിതയെ കണ്ടവരും അമ്പരന്ന് നിന്നുപോയി. അമ്പി! പെട്ടെന്നൊരാവേശത്തോടെ ടീച്ചർ അവരെ കെട്ടിപ്പിടിച്ചു. ചന്തു മിഴിച്ചു നിന്നു. ടീച്ചർക്ക് ആള് മാറിയോ? ഇതെന്റെ അമ്മയാ, ലളിത എന്നാ പേര്. എനിക്കാള് മാറാനോ? നല്ല കാര്യായി. ഇതെന്റെ അമ്പിയാ, ലളിതാംബിക, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി. ഇപ്പം ഞെട്ടിയത് ചന്തുവാണ്. ആളൊരു പ്രേമത്തിൽപ്പെട്ട് ഇന്നാട്ടീന്ന് ഒളിച്ചോടിയതാ. പിന്നതേ ഇപ്പോഴാ കാണുന്നേ. ചന്തു അമ്മയെ മിഴിച്ചു നോക്കി. അവർ വിളറിയൊരു ചിരി അവൾക്ക് നൽകി. വാ അമ്പി, ചോദിക്കട്ടെ. ടീച്ചർ അവരുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. ചന്തു രഘുവിനെ നോക്കി. മോൾക്ക് കുറേ സംശയമൊക്കെ കാണും. മോളെല്ലാം അറിയാൻ സമയമായി. പക്ഷേ അതെന്നിൽ നിന്നല്ല, അവനിൽ നിന്ന്, മഹേശ്വരിൽ നിന്ന്. മോള് സൗകര്യം പോലെ അവനോട് ചോദിച്ചോളൂ. മോൾക്കുള്ള എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അവൻ തരും. തൻ്റെ കാര്യം, തൻ്റെ അമ്മയുടെ കാര്യം മഹീട്ടിന് എങ്ങനെ അറിയാം? അവളൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ അങ്ങനെ നിന്നു. ഫോൺ ചെയ്തു നിന്ന് അരുണിൻ്റെ ശ്രദ്ധയിൽ മുല്ലമുട്ട് നുള്ളുന്ന ഒരു ധാവണിക്കാരി പെട്ടു. ഫോണിൽ സംസാരിക്കുമ്പോൾ അവനത് ആരാണെന്നറിയാൻ എത്തിക്കുത്തി നോക്കി. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മുഖം കാണുന്നില്ല. ഇടതൂർന്ന കറുത്ത മുടി മെടഞ്ഞിട്ടേക്കുന്ന കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഫോൺ സംഭാഷണം കഴിയുന്നതുവരെയും അവൻ അവളെ സ്കാൻ ചെയ്തു. അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സ്പാർക്ക്. പെട്ടെന്നാണ് അവൾ മുകളിലെ മുട്ട് പൊട്ടിക്കാൻ കൈയെത്തിയത്. ചവിട്ടി നിൽക്കുന്ന കല്ലിളകിയെന്ന് കണ്ടതും അരുൺ ഒറ്റ ഓട്ടത്തിന് അവളുടെ പിന്നിലെത്തി. അവൻ കൈ നീട്ടിയതും അവൾ പിന്നിലേക്ക് വീണതും ഒന്നിച്ചായിരുന്നു. അവൾ പൊട്ടിച്ച മുല്ലമുട്ടുകൾ മുഴുവൻ ഇരുവരുടെയും മുകളിലൂടെ പെയ്തിറങ്ങി. തൻ്റെ കയ്യിൽ കിടക്കുന്ന നാടൻ സുന്ദരിയെ കണ്ണെടുക്കാതെ നോക്കുകയാണ് അരുൺ. അവളുടെ മുഖത്തേക്ക് ചിതറി വീഴുന്ന മുല്ലമുട്ടുകൾ. അവൻ്റെ കണ്ണുകൾക്ക് തിളക്കമേറി. അവൻ്റെ ആ നോട്ടം. അവൾ പകപ്പോടെ അവനെ നോക്കി. ആരാ? അവളുടെ ആ സ്വരം അവൻ്റെ ഹൃദയത്തിൽ കടന്നു ചെന്നു. ഞാൻ അരുൺ. താനാരാ? പാറു! ചന്തുവിൻ്റെ വിളി കേട്ടതും അവൾ ഞെട്ടലോടെ പിടഞ്ഞു മാറി. ദാ വരുന്നു വല്യേച്ചി! അവൾ അവനെ നോക്കാതെ ഓടിയതും അവൻ്റെ കണ്ണുകൾ അവൾക്ക് പിന്നാലെ പാഞ്ഞു. പാറു, കൊള്ളാം അല്ലേ? അവൻ ചിരിയോടെ തൻ്റെ നെഞ്ചിൽ മെല്ലെ ഒന്ന് തട്ടി. പിന്നെ നിലത്തേക്ക് ചിതറി വീണ മുട്ടുകൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി.